അവരോട് അസൂയയുള്ള ഒരാൾ, ഞാനായിരിക്കും അന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ റബ്ബേ ഇതൊക്കെ. ഇബ്നു അബ്ബാസ് എന്നവരോട് അസൂയ. മക്കയിലെ ഹറമിൽ പതിറ്റാണ്ടുകളോളം ദർസ് നടത്തിയ മുദരിസാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വഫാത്താകാൻ കാലത്ത് മഹാൻ ത്വായിഫിലേക്ക് പോയി. അങ്ങനെ ത്വായിഫ് വെച്ചിട്ടാണ് വഫാത്താകുന്നത്. പക്ഷേ ജീവിതകാലത്തിൻ്റെ വലിയൊരു ഭാഗം മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിലെ മുദരിസാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബിൻ്റെ മുത്താപ്പാൻ്റെ മോൻ, എളാപ്പയുടെ മോനല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. നബിൻ്റെ എളാപ്പയാണ്, തങ്ങളുട്ടിയാണ്. മഹാന്റെ കാഴ്ച പോയപ്പോൾ ഒരു അസൂയക്കാരൻ അയാൾ വന്നിട്ട് പറഞ്ഞു, അഹ്സനല്ലാഹു അസാഅക ഫീ ഐനൈക ഇബ്നു അബ്ബാസ്. അഹ്സനല്ലാഹു അസാഅക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. നിങ്ങളുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയില്ലേ, ആ സങ്കടത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുചേരുന്നു. മരിച്ചാൽ പറയുന്നൊരു വാക്കാണത്, മരിച്ച വിട്ടിച്ചെന്ന് പറയുന്ന വാക്കാണത്. പക്ഷേ ഒരാളോട് അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്നത് മൂത്ത അസൂയക്കാരൻ വന്നിട്ടായി പറഞ്ഞത്. അപ്പം ഇബ്നു അബ്ബാസ് നിങ്ങൾക്കറിയാം, ഇതെനിക്ക് വേണ്ടി ദ്വാരക്കൊന്നുമല്ല, അത് ഇയാൾ എൻ്റെ കണ്ണുപോയ സന്തോഷത്തിലാണ്. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ട് തരല്ലേ എന്ന പോലെ കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ ഭയങ്കര സന്തോഷം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി കൊടുത്തു, യഖുദില്ലാഹു മിൻ ഐനയ്യ നൂറഹുമാ ഫഫീ ഫുആദി വഖൽബി മിൻഹുമാ നൂറു ഖൽബുൻ ദകിയ്യുൻ വഅഖ്ലി ഗൈറു ദീ ഇവജിൻ വഫീ ഫമീ സാരിമുൻ കസ്സൈഫി മശ്ഹൂറു. മനോഹരമായ മറുപടിയാണ്. യഖുദില്ലാഹു മിൻ ഐനയ്യ നൂറഹുമാ, എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണിൻ്റെ കാഴ്ച അല്ലാഹു എടുത്തു കൊണ്ടുപോയാൽ എന്താണ്? ഫഫീ ഫുആദി വഅഖ്ലി മിൻഹുമാ നൂറു, എൻ്റെ ഹൃദയത്തിലും എൻ്റെ ചിന്തയിലും ഇപ്പോൾ എനിക്ക് വെളിച്ചമുണ്ട്, നൂറുണ്ട്. കണ്ണിൻ്റെ കാഴ്ചയല്ലേ പോയിട്ടുള്ളൂ, എൻ്റെ ഖൽബിൻ്റെ കാഴ്ച പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും മുഅ്മിനാണ്, ഞാൻ അല്ലാഹുവിൻ്റെ ഖളാ അംഗീകരിക്കുന്ന ആളാണ്. ഖൽബി ദകിയ്യുൻ വഅഖ്ലി ഗൈറു ദീ ഇവജിൻ, എൻ്റെ ഹൃദയത്തിന് നന്മ അറിയാം, എൻ്റെ ചിന്തകൾക്ക് നന്മ അറിയാം. വഫീ ഫമീ സാരിമുൻ കസ്സൈഫി മശ്ഹൂറു, എൻ്റെ ഹൃദയം ശുദ്ധമാണ്, എൻ്റെ വായ, എൻ്റെ നാവ് കൊണ്ട് എനിക്ക് ഒരു വാള് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ ശക്തമായ മറുപടി കൊടുക്കാനും അറിവ് നൽകാനും ജ്ഞാനം പകർന്നു കൊടുക്കാനും നിങ്ങളോട് സംവദിക്കാനും സംവേദനം ചെയ്യാനും അറിവ് പകർന്നു കൊടുക്കാനും എൻ്റെ നാവിന് അല്ലാഹു കഴിവ് തന്നിട്ടുണ്ടല്ലോ. കണ്ണുകളുടെ കാഴ്ചയല്ലേ പോയിട്ടുള്ളൂ, അതിനെന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? അപ്പം ആ മനുഷ്യന് ശരിക്കും വയറ് നിറച്ച് കിട്ടി. അദ്ദേഹം കണ്ണിൻ്റെ കാഴ്ച പോയി സന്തോഷിച്ചത്. എനിക്കിതിനൊന്നൊരു കുഴപ്പമില്ലടോ, കണ്ണിൻ്റെ കാഴ്ചയല്ലേ പോയിട്ടുള്ളൂ. ആരുടേതായി പോയത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. പക്ഷേ ഹൃദയത്തിന് വെളിച്ചമുണ്ട്, ആ വെളിച്ചമാണ് കണ്ണുകളുള്ള നമുക്ക് നഷ്ടപ്പെട്ടുകൂടാത്തത്. കണ്ണുണ്ട് പക്ഷെ ഹൃദയത്തിന് കണ്ണില്ല. എന്താ കാര്യം? ഒരു കാര്യമില്ല. എല്ലാം ആ ഒരു വീക്ഷണത്തിൽ കാണണം. എല്ലാം നടത്തുന്നത് അല്ലാഹുവാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നൊരു കുട്ടി വീണ് മരിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ലാ സമഹല്ലാഹ്, അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ബിൽഡിംഗ് വർക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളോ ആരെങ്കിലും മേലെ നിന്ന് താഴെ വീണു മരിച്ചു എന്ന് പറഞ്ഞാൽ ആ വാപ്പ എന്ത് ചെയ്യും? കുട്ടീനടുത്ത് കൊണ്ടുപോകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഉണ്ടോ ജീവൻ കിട്ടുമോ ഇല്ലേ നോക്കും, കുറേ കരയും അല്ലേ. നേരെ മറിച്ച് ഒരു ഓട്ടോറിക്ഷ തട്ടിയിട്ട് കുട്ടി മരിച്ചാൽ, അയാളുടെ മകൻ തന്നെ മരിച്ചത് വണ്ടി തട്ടിയിട്ടാന്ന് വിചാരിക്കുക. ആദ്യം ആ വണ്ടി അടിച്ചു പൊളിക്കും അല്ലേ, ഡ്രൈവറെ പിടിച്ച് തല്ലും, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കും, എന്നിട്ട് കുട്ടീനെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ മരണം സംഭവിച്ചത് ഈ ഡ്രൈവറാ കൊന്നതെന്ന് അപ്പോൾ തോന്നുക. ബിൽഡിംഗ് വന്ന് വീഴുമ്പോൾ പിന്നെ ആരും കാണില്ലല്ലോ. അപ്പോൾ പഠിച്ചോൻ തന്നെ ഈ ബിൽഡിംഗ് വന്ന് വീണപ്പോഴും ആക്സിഡൻ്റ് ആയപ്പോഴും ഇതിൽ ഇടപെട്ടത് അള്ളാഹുവാണ് എന്ന് മുഅ്മിനായ മനുഷ്യന് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. നിങ്ങൾ കേസോ കാര്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുപോയി, അതിലൊന്നുമല്ല കുഴപ്പം. ജീവിത മരണം നടത്തുന്നത് അള്ളാഹുവാണ്. ഇപ്പം നല്ല ഹോസ്പിറ്റലായിരിക്കും, ഒരു പ്രസവത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്, ഒരു ഉമ്മാക്ക് ബ്ലീഡിങ് ആയിട്ട് ആ ഉമ്മ മരിച്ചാൽ ഡോക്ടർമാർ എത്ര പരിശ്രമിച്ചാലും അള്ളാഹിൻ്റെ ഖളാ അങ്ങനെയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മരിച്ചാൽ എന്താ ചെയ്യുക? ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കും. ഇതല്ലേ നമുക്ക് സ്ഥിരം അറിയണ പരിപാടി, അടിച്ചു പൊളിക്കുക. അതുവരെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ സുഖപ്രസവം നടത്തി പോയിട്ടുണ്ടാവും. അതൊന്നും അവിടെ വിഷയമല്ല. നട്ടപ്പാതിരാക്ക് 2 മണിക്ക് പ്രസവമാണ്,
10 മണിക്കെങ്ങാനും വീട്ടിൽ പോയി കിടന്നുറങ്ങിയ ഡോക്ടർ ആ 2 മണിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് വരും. ചിലപ്പോൾ 3 മണിക്കായിരിക്കും പ്രസവം, പുലർച്ചെ, ഉറക്കില്ലേറ്റങ്ങൾക്ക്. അങ്ങനെ അധ്വാനിക്കുന്ന ഡോക്ടർമാരില്ലേ, വിളിച്ചാൽ വരും. ഏത് സമയത്തും വിളിച്ചോന്ന് പറഞ്ഞ നമ്പർ വരെ കൊടുക്കും രോഗികൾക്ക്. പക്ഷേ ഒരു കൈപ്പിഴ പറ്റിയാൽ നമ്മുടെ സ്വഭാവം മാറും. ഈമാനില്ലാത്തതിൻ്റെ പേരിലാണ്. ഇത് അല്ലാഹു ഖദ്ദറ അല്ലാഹു മാ ശാഅ ഫഅൽ. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോട്ടെ, ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. നേരെ മറിച്ച് ഈ വിധി നടന്നത് എൻ്റെ റബ്ബിൻ്റെ വിധിയാണ് എന്ന് നമ്മുടെ കൽബിലേക്ക് എന്താ വരാത്തത്? അവിടെയാണ് വിഷയം. എൻ്റെ കുട്ടിയെ കൊന്നത് ഡോക്ടറാണെന്ന് അപ്പോൾ പറയാം. അങ്ങനെയാണോ പറയേണ്ടത്? ഖാല അന ഉഹ്യി വ ഉമീത് ഇന്നല്ലാഹ യുഹ്യി റബ്ബിയല്ലദീ യുഹ്യി വ യുമീത്. ഇതല്ലേ നമ്മുടെ അഖീദ, ഇതല്ലേ നമ്മുടെ വിശ്വാസം. നമുക്ക് തോന്നാറില്ല. കാരണം മുമ്പിലുണ്ടെങ്കിൽ അള്ളാനെ കാണൂല. കാരണം ഒന്നും കാണില്ലെങ്കിൽ പിന്നെ അള്ള ഉണ്ട് എന്ന് പറയും. ബിൽഡിംഗ് വന്ന് വീണതാ, കുട്ടി ഒറ്റയ്ക്ക് വെള്ളത്തിൽ മുങ്ങി മരിച്ചതാ, ആരും ചീത്ത പറയാനില്ലല്ലോ, അപ്പൊ അള്ള ഉണ്ട് എന്ന് പറയും. അല്ലാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ പേരിൽ ചാരി വെക്കും. നമ്മുടെ ഈമാനും അഖീദയും ശരിക്കും നമ്മൾ കൽബിൽ ഉറപ്പിക്കണം. അപ്പോഴേ ഹസ്ബി അല്ലാഹു വ നിഅ്മൽ വക്കീൽ എന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ആശയം കിട്ടുള്ളൂ. അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 36,000 പാറാവുകാരുള്ള ഒരു കൊട്ടാരത്തിൻ്റെ മുമ്പിലേക്ക് നടന്നെടുക്കുകയാണ് അള്ളാഹുവിൻ്റെ ഒരു പ്രവാചകൻ. നമ്മളൊന്ന് 3 സ്വലാത്ത് ചൊല്ലി ഒന്ന് എഴുന്നേറ്റിരുന്നാലോ? സമയമായി 11 മണിയായി. നമ്മൾ 9:45 തുടങ്ങിയത്, 9:45 1.25 മണിക്കൂറായി. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യൊക്കെ ഒന്ന് പൊക്കി 2-3 പ്രാവശ്യം ഒന്ന് പൊക്കി താഴ്ത്തിയാലേ നല്ല റാഹത്തുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണ്. കാലൊക്കെ ഒന്ന് കുടഞ്ഞ് പറ്റുമെങ്കിൽ എന്നല്ല, ചെയർ അങ്ങോട്ടും മാറിയിട്ട് ഒരാൾ അപ്പുറത്ത് നിന്നാൾ അങ്ങോട്ട് മാറിക്കുക, അവിടെ ഇരുന്നാൾ ഇപ്പുറത്തിരിക്കുക. ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, കുട്ടികളൊക്കെ ഒന്ന് മാറി നോക്കി, അങ്ങോട്ട് സ്വാപ്പ് ചെയ്യും ചെയർ. അങ്ങോട്ട് വലത്തുള്ള ആൾ എടുത്തുള്ള ആൾ വലത്തോട്ടും മാറിയിരുന്ന് നോക്കി. അപ്പോൾ സീറ്റൊക്കെ ഒന്ന് മാറുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും അല്ലേ? കുട്ടി മാറിയോ? നിങ്ങൾ ചെയർ അതന്നെ ഇരുന്ന് അപ്പുറത്ത് മാറിയില്ല. ഇരിക്കി എല്ലാവരും ഇരുന്നില്ലേ? അൽഹംദുലില്ലാ. ഇന്ന് തിരക്കണ്ടേ പോയിക്കോളിട്ടാ, ഉറക്കം വരുന്നേ പോയിക്കോളി. ഇപ്പോൾ ഉസ്താദിൻ്റെ വേദ ഇട്ടിട്ട് സുബൈ കിട്ടിയില്ല എന്ന് പറയാൻ നിൽക്കരുത്. അള്ളാഹിൻ്റെ അടുത്ത് എന്നെ കുറ്റക്കാരനാക്കരുതേ. അൽഹംദുലില്ലാ. അത് പിന്നെ പരിപാടി വേദമൊക്കെ ആകുമ്പോൾ എന്തായാലും കുറച്ച് സമയം പറയണ്ടേ, 2 മണിക്കൂറെങ്കിലും പറയണ്ടേ. 9:45 തുടങ്ങി 10:45 11:45 ആകണ്ടേ, അല്ലെ ഇപ്പോൾ ഉസ്താദ്മാർ വിടുമോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ അതുകൊണ്ട് കുറച്ച് സംസാരിക്കുകയാണ്. നിങ്ങൾ തിരക്കണേ പോയിക്കോളിട്ടോ. ബിസ്മില്ലാ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫറോവയുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. 10 കൊല്ലം ഷുഐബ് നബിൻ്റെ നാട്ടിലാണ്, മദീനിലാണ്, ജോർഡാൻ ഫലസ്തീനിൻ്റെ ബോർഡറിൽ കൻആനിലാണ് ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ നാട്. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് സീനാ മലകളിൽ തുവാ താഴ്വരയിൽ വെച്ച് വഹി ലഭിക്കുന്നത്, അള്ളാഹു നബിയാക്കുന്നത്. താഴെയിട്ടാൽ പാമ്പായി മാറുന്ന വലിയ ഒരു മുഅ്ജിസത്ത്, കക്ഷത്തിൽ വെച്ച് കൈയെടുത്താൽ കത്തിപ്രകാശിക്കുന്ന കൈ, നല്ല പ്രകാശം. അത് രണ്ടാമത് കക്ഷത്തിൽ വെച്ചാൽ അത് അണയും. ഈ 2 മുഅ്ജിസത്തുമായി ഫറോവയുടെ മുമ്പിലേക്ക് തിരിച്ചു പോവുകയാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. 36,000 പാറാവുകാർ അന്ന് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലുണ്ട് എന്നാണ് ചരിത്രം. 36,000 പട്ടാളക്കാർ. ആലോചിക്കുക, 100 ആളുണ്ടെങ്കിൽ തന്നെ വലിയ സംഭവമായിരിക്കും. 1000 ആളുണ്ടെങ്കിൽ തന്നെ യാ അല്ലാഹ് എത്ര സ്ഥലം വേണം അതിനൊക്കെ. 36,000 പാറാവുകാർ കാവൽ നിൽക്കുന്ന വലിയ ഒരു ഭീമമായ കവാടത്തിലൂടെ വേണം. അതിന് മുമ്പ് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫിർഔനിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവസാനത്തെ ആ ഒരു ഗേറ്റിന്റെ പരിസരം മുഴുവൻ 36,000 പട്ടാളക്കാർ അണിനിരന്ന് കാവൽ നിൽക്കുന്ന ഭാഗം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ വടിയുണ്ടല്ലോ, ആ വടി കൊണ്ട് അവസാനത്തെ ഡോറ്, ഫിർഔന്റെ മുമ്പിലേക്ക് കിടക്കുന്ന ഡോറ്, ഈ പട്ടാളക്കാരെ മുഴുവൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ ചെല്ലുന്നത്, ആ വടി കൊണ്ട് ഒരറ്റടിയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. അപ്പോൾ പെട്ടെന്നൊക്കെ മെസ്സേജ് പോയി, ഒരു മജ്നൂന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോയിൻമെന്റ് ഒക്കെ വാങ്ങിയതാണ്. ഒരു മജ്നൂന് വരുന്നുണ്ട്
യദ്ഖുലു അലൈക്കൽ ആന മജ്നൂൻ. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം അകത്തേക്ക് കടക്കുമ്പോ മജ്നൂനാണോ വരുന്നത്, ഭ്രാന്തനാണോ വരുന്നത്? അല്ല, ഇൻദി ദവാഉൽ ജുനൂൻ, ഭ്രാന്തിന്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഞാൻ മജ്നൂനല്ല, ഭ്രാന്തുള്ളവന്റെ ഭ്രാന്ത് ശരിയാക്കാനുള്ള മരുന്നാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ചുണക്കുട്ടിയാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം. ചെങ്കടൽ പിളർന്ന സംഭവം. ചെങ്കടൽ എന്ന് പറയുമ്പോൾ സുയസ് ഉൾക്കടലാണത്. ചെങ്കടലിൻ്റെ അവസാനം ലാസ്റ്റൊക്കെ എത്തിയാൽ 2 കൈവരിയായിട്ടാണ് ചെങ്കടൽ അവസാനിക്കുന്നത്. ഒരു ഭാഗത്ത് അഖബ, ഒരു ഭാഗത്ത് സുയസ്. സുയസ് ഉൾക്കടലാണ് കെയ്റോയുടെ പരിസരത്തുള്ളത്. അവിടെ നിന്നാണ് സുയസ് കനാലുള്ളത് മെഡിറ്ററേനിയൻ കടലിലേക്ക്. ആ ഭാഗമാണ് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം മുറിച്ചടക്കുന്നത്. ആ മുറിച്ച് കടന്നാൽ ഇപ്പുറത്ത് ഇന്ന് വലിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ അത്ര വണ്ടി മുതൽ നമ്മുടെ ഈ ഈ ഒരു കർട്ടം വരെ നീളമുള്ള ഒരു റോഡ്, ഒറ്റ വഴി. ആ സ്ഥലത്തിൻ്റെ പേര് ഉയൂൻ മൂസ എന്നാണ്. അവിടുത്തെ ആ ഒരു ലൊക്കാലിറ്റിൻ്റെ പേരെന്നതാണ്. ആ ചെക്ക് പോസ്റ്റിൻ്റെ പേരും അതാ, ഉയൂൻ മൂസ. ഉയൂൻ മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ അരുവികൾ എന്നാണ്. കടൽ മുറിച്ച് കടന്നിട്ട് ഇക്കരെത്തിയപ്പോൾ മരുഭൂമിയാണ്, വെള്ളമല്ല. മൂസാ നബി ഒരു ചെറിയ പാറയിൽ അടിച്ചപ്പോൾ പരിസരങ്ങളിൽ നിന്ന് ഉറവ പൊട്ടിയ 12 കിണറുകൾ ഇന്നും അവിടെ ഉണ്ട്. അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് പോയിരുന്നു, അപ്പോൾ അത് തുറന്നിട്ടില്ല. ഉയൂൻ മൂസ എന്ന് വലിയ ചെക്ക് പോസ്റ്റാണ്. ആദ്യം ചെറിയ റോഡായിരുന്നു, ഇപ്പോൾ വലിയ റോഡ്. ഒരു 6-7 കാറുകൾക്കും ബാക്കി ട്രക്കിനോ കടന്നു പോകാനുള്ള വലിയൊരു സംവിധാനമാക്കി മാറ്റിയിട്ടുണ്ട്. ഉയൂൻ മൂസ സ്ഥലത്തിൻ്റെ പേരതാ അലൈഹിസ്സലാം. അവിടേക്കാണ് മൂസാ നബി കടൽ കടന്നു വന്നത്. അപ്പുറത്ത് കെയ്റോ ആണ്. അപ്പോൾ ഏകദേശം കടൽ ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും. 3 കിലോമീറ്റർ 4 കിലോമീറ്ററോ അത്രേ വരും. അക്കരെ കരയാണ്, ഇപ്പുറം കര. അതിങ്ങനെ ഒന്നും ആ കടൽ അവസാനിക്കുന്ന ഭാഗത്ത് കരയിലൂടെ മൂസാ നബിക്ക് വരാൻ പറ്റും. പക്ഷെ ഈ കരയിലൂടെ വരാൻ റോഡ് തെറ്റിപ്പോയി ഈ വക്കത്ത എത്തിയത്. രാത്രിയാണ്, കപ്പലില്ല, ഒന്നുമില്ല. മൂസാ നബി ഉദ്ദേശിച്ചത് കെയ്റോയിൽ നിന്ന് ഈ കടൽ അവസാനിക്കുന്ന ഭാഗം ഇവിടെ കരയുണ്ട്. ആ കരയിലൂടെ ഇങ്ങനെ വന്നാൽ നേരെ സീനാ മരുഭൂമിയാണ്, നേരെ ഫലസ്തീൻ വരെ പോകാം. പിന്നെ വെള്ളമൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് കയറാൻ വഴിതെറ്റിപ്പോയി നേരെ കടലിൻ്റെ മുമ്പിലേക്കാണ് എത്തിയത്. അപ്പം അവരൊക്കെ പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, മൂസാ നബിയെ നമ്മളെ പിടിച്ചു കൊണ്ടുപോകുമല്ലോ, നമ്മളെ ഫിർഔൻ പിടിക്കും, നമ്മളെ കൊല്ലുമല്ലോ. മൂസാ നബിന്റെ മറുപടി എന്താണെന്നറിയോ? 12,000 ആളുകളാണ് ബാക്കിൽ നിന്ന് ഒച്ച വെച്ചത്. മൂസാ നബിയെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങി, ഞങ്ങളെയും കൊണ്ട് നിങ്ങൾ നാട് കടക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ കടലിന്റെ മുമ്പിലാണല്ലേ. കപ്പലുമില്ല, ഒന്നുമില്ല. നമ്മൾ പോകുന്നത് മുഴുവൻ ഫറോവയും പോലീസുകാർ അറിഞ്ഞും ചെയ്തു. അവർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട് ബാക്കിൽ. ഇന്നാല മുദ്റകൂൻ. മൂസാ നബിന്റെ മറുപടി, ഖല്ലാ, നിങ്ങളെ പിടിക്കേ നടക്കൂല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. എന്ത് വഴി? കപ്പലുണ്ടോ മുമ്പില്? ഒന്നുമില്ല. ലൈറ്റ് ഹൗസ് ഉണ്ടോ? ഒന്നും കാണുന്നില്ല, ഒരു വെളിച്ചമില്ല, രാത്രിയല്ലേ. മൂസാ നബി പറഞ്ഞ ആ വാക്കാണ് ഖുർആൻ എടുത്തു പറയുന്നത്. ഖല്ലാ, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. വഴി തെറ്റിപ്പോയി, ശരി തന്നെ. അല്ലാഹ് എന്റെ കൂടെയുണ്ട്. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഈ ഒരു തോന്നൽ മുഅ്മിനെ നമ്മുടെ ഖൽബിലേക്ക് വരണം. ചരിത്രം കേട്ടു പോകാനല്ല ഇത് ഖുർആൻ ചരിത്രം പറയുന്നത്. ചരിത്രം പറയുന്നത് അതിന്റെ പാഠങ്ങൾ, ഇതൊക്കെ വലിയ മെസ്സേജുകളാണ്. ഒരു നബിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്തെ വലിയൊരു വാക്കാണത്. ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഖൗമിന് വിശ്വാസമല്ല, അവര് ഹാഫിന്റെ ആൾക്കാരാ. ഉണ്ടേക്കും, എന്നാ ആവട്ടെ. മൂസാ നബി അല്ല, ഉണ്ട്, എന്റെ കൂടെയുണ്ട്. മിണ്ടാണ്ടിരിക്കൻ, നിങ്ങൾ ആരും പിടിക്കൂല, ഫിർഔനെ പിടിക്കാൻ കിട്ടൂല. ഖല്ലാ. മൂസാ നബി അവിടെ വെയിറ്റ് ചെയ്തു. അതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി. മൂസാ നബിയെ കയ്യിലെ വടി കൊണ്ട് വെള്ളത്തിൽ അടിക്കാൻ പറയുന്നുണ്ട് അല്ലാഹു. വടി കൊണ്ട് അടിക്കാനോ? അടിക്കാം. ഒരൊറ്റ അടിയാണ് വെള്ളത്തിൽ. ആ അടിയിലാണ് കത്തൗദൈ ജിബാൽ, വലിയ പർവ്വതം നിൽക്കുന്ന പോലെ ഒഴുകുന്ന വെള്ളം അവിടെ സ്റ്റോപ്പായി നിന്നു. ഇത് ഖുർആൻ പറഞ്ഞ കഥയാ, അല്ലെങ്കിൽ മായാവി കഥ എന്ന് പറയുന്ന ആൾക്കാർ. ഇത് ഖുർആനാ പറഞ്ഞത്. കത്തൗദൈ ജിബാൽ, പർവ്വതങ്ങൾ നിൽക്കുന്ന പോലെ വെള്ളം മാറി നിന്നു. ബൈബിൾ പുസ്തകത്തിൽ എക്സോഡസ് എന്ന് പറയുന്ന ചരിത്രഭാഗം ഈ പലായനത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ജൂതന്മാർക്ക് ഈ കഥ അറിയാം, ക്രിസ്ത്യാനികൾക്കറിയാം ഈ കഥ. ഖുർആനും പറഞ്ഞു ഈ ചരിത്രം. കത്തൗദൈ ജിബാൽ, മഹാപർവ്വതം പോലെ. അത് മാത്രമോ, അവർക്ക് നടന്നു പോകാനുള്ള വെള്ളം ഡ്രൈ ആണ്. അവരുടെ ആ നിലം ഡ്രൈ ആണ്, വെള്ളം മാറി നിന്നു എന്ന് മാത്രമല്ല, 12,000 ആളുകൾക്ക് പോകാനുള്ള വഴിയാണത്. ആ വഴിയിലൂടെ അക്കരെ കടന്ന്
മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. ആ വെള്ളത്തിൻ്റെ നടുവിൽ ഫറോവ പറയുന്നു, ഇതാ കണ്ടില്ലേ, എനിക്ക് വേണ്ടി ഇവരെ പിടിക്കാൻ വേണ്ടി, അവർക്ക് വേണ്ടി, ഫിർഔന് വേണ്ടിയാണെങ്കിൽ മൂസാ നബി കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോവോ? അതന്നെ അവൻ ആലോചിച്ചാൽ പോരെ. അവൻ വന്നിട്ടല്ലേ അങ്ങനെ ആവേണ്ടത്? മൂസാ നബിക്ക് വേണ്ടിയല്ലേ ഇത് പിളർന്നത്? അവൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയാണ് പിളർന്നത്, കടന്നോളൂ, പിടിച്ചോളൂ അവരെ, ഞാനും വരാം പിന്നാലെ. സമുദ്രത്തിൻ്റെ പകുതി എത്തിയിട്ടുള്ളൂ, 2 കിലോമീറ്റർ എങ്ങാനും അവർ യാത്ര ചെയ്തിട്ടുള്ളൂ കടലിൽ. അള്ളാഹു കൂടിച്ചേരാൻ വേണ്ടി പറഞ്ഞു. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഫിർഔന്റെ മുമ്പിലേക്ക് പോവാൻ. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസ നബിയെ ഫറോവയുടെ അരികത്തേക്ക് പോകണം, അവൻ തഗാ, സർവ അതിർവരമ്പുകളും ഭേദിച്ചു കടന്ന് എല്ലാ തരത്തിലുമുള്ള ദുൽമ്, പരാക്രമം, ചിന്തയിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അവൻ അക്രമിയായിരിക്കുന്നു. ഫിർഔൻ പറയൽ എന്താ അറിയോ? മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി. ഞാനല്ലാത്തൊരു പടച്ചവൻ നിങ്ങൾക്കില്ല എന്നാണ് എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ മൂപ്പര മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, വേറെ പടച്ചവൻ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്. അലൈസ ലീ മുൽകു മിസ്റ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. നിങ്ങൾ കാണുന്നില്ലയോ ഈ നൈലും വെള്ളവുമെല്ലാം ഒഴുകുന്നത് എൻ്റെ കാലിൻ്റെ താഴെയല്ലേ? അള്ളാഹു അതിന് അവൻ്റെ തലൻ്റെ മീതെ ഒഴുക്കി എന്നതാണ് അത്ഭുതം. കാലിൻ്റെ താഴെയല്ലേ ഒഴുകണമെന്ന് അവൻ പറഞ്ഞത്, അള്ളാഹ് അത് തലൻ്റെ മേലെ കൂടെ ഒഴുക്കി കൊടുത്തു. ഇദ്ഹബ് ഇലാ ഫിർഔൻ. ഫിർഔന്റെ മുമ്പിലേക്ക് പോകണേ മൂസ നബിയെ. ഇന്നഹു തഗാ, അവൻ അക്രമിയാണ്. അതിന് മൂസാ നബി അലൈഹിസ്സലാം തയ്യാറെടുക്കുമ്പോൾ ഒരു പ്രാർത്ഥന ചെയ്യുന്നു. നമ്മൾ ഇനി പറയാൻ പോകുന്നത് പരാജിതനായ ഫറോവയും വിജയിച്ച സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമും തമ്മിൽ നടക്കുന്ന സംവാദമാണ്. അത് വളരെ മനോഹരമാണ്. മൂസാ നബി അല്ലാഹുവിന്റെ സഹായം തേടിയിട്ട് പറഞ്ഞു, റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇത് ആയത്താണ്. ഇത് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ മാത്രം ചൊല്ലാനുള്ളതല്ല എന്നാണ്. ഏത് പ്രയാസവും മനസ്സിന് ഞെരുക്കവും നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോൾ ചൊല്ലണേ, റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. 7 തവണ ചൊല്ലുമ്പോഴേക്കും അവരുടെ മനസ്സിന് ആശ്വാസമുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബിശ്റഹ് ലീ സദ്രി, ആ മുഴുവൻ ചൊല്ലാം. അതിൽ ചിലപ്പോൾ നാവിൻ്റെ കെട്ടുകൾ അഴിക്കണമേ, ഞാൻ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവണേ എന്നൊക്കെയാണ് അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. അതും പറയാം, നിങ്ങൾ വേറെ പറയാൻ പോകുന്നല്ല, എന്നാലും അത് ചൊല്ലാം. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എൻ്റെ മനസ്സിന് വിശാലത നൽകണമേ. റബ്ബിശ്റഹ് ലീ സദ്രി, അല്ലാഹുവേ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ റബ്ബേ. ഹൃദയ വിശാലത അതൊരു വലിയ സംഗതിയാണ്. നിങ്ങൾ എത്ര ചെറിയ വീട്ടിൽ താമസിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന് വിശാലതയുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹിതന്മാർ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥികളായി വരും. നിങ്ങൾ വലിയ വീടുണ്ടാക്കിയെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഹൃദയം ചെറുതാണെങ്കിൽ അവിടെ കുടിരിക്കലിന് വരെ അധികം ആൾ വരൂല. എന്തേ? മനുഷ്യന്മാർക്ക് വേണ്ടത് ഹൃദയ വിശാലതയാണ്. സ്ക്വയർ ഫീറ്റ് കുറഞ്ഞാലൊന്നൊരു കുഴപ്പമില്ല, ഖൽബിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറയരുത്, അതാണ് വിഷയം. ഹൃദയം വിശാലമാകണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله. അല്ലാഹു ഇസ്ലാമിലേക്ക് ഹൃദയത്തിന് വിശാലത കൊടുത്ത ഒരാൾ, പടച്ച തമ്പുരാൻ നൽകിയ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരാളും ഹൃദയം വിശാലമല്ലാത്ത, അള്ളാഹുവിനെ ഓർക്കാതെ ഹൃദയം സങ്കുചിതമായ ഒരു മനുഷ്യനും ഒരുപോലെയാണോ? ഒരിക്കലുമല്ലല്ലോ. ഹൃദയ വിശാലതയുള്ള ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും ഈ ജീവിതം നിസ്സാരമാണെന്നും ഇവിടത്തെ ജീവിതം വളരെ ചുരുങ്ങിയതാണെന്നും പരലോകമാണ് എന്നുമെന്നും നിലനിൽക്കാനുള്ള ജീവിതം ഇതെന്റെ പരീക്ഷയ്ക്കിരിക്കുന്ന ഒരു ലോകം മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയം അലാ നൂരിൻ മിർ റബ്ബി, അള്ളാഹു നൽകുന്ന പ്രകാശത്തിലാണ് അവർ ജീവിക്കുന്നത്.
ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ദിക്റുകൾ ചൊല്ലാതെ, അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ മുഴുസമയവും പാട്ടും ക്രിക്കറ്റും ഫുട്ബോളും സിനിമയും വേണ്ടാത്തരങ്ങളും മാത്രം ചിന്തിക്കുന്ന ഹൃദയങ്ങൾക്ക് ഫവൈലുൻ, അവർക്ക് നാശമാണ് എന്ന് അള്ളാഹു തന്നെ പറയണ്. പിന്നെ നശിക്കാതിരിക്കോ? അവർക്ക് നാശമാണെന്ന് അള്ളാഹു പറയാ. ഫവൈലുൽ ലിൽ ഖാസിയതി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. അള്ളാഹു ഹൃദയത്തിന് വിശാലത നൽകട്ടെ. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികും വനത്റുകു الذിക്റ അഹ്യാനൻ ഫനൻതകിസൂ. സജ്ജനങ്ങളായ ആളുകളെ ഓർത്തുകൊണ്ട് മഹാന്മാർ പറഞ്ഞ കവിതയാണിത്. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികും, ഞങ്ങൾക്ക് അസുഖം വരുമ്പോൾ നിങ്ങളെ ഓർത്തുകൊണ്ടാണ് ഞങ്ങളുടെ അസുഖം മാറുന്നത്. ഞങ്ങൾ ചികിത്സിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിലാണ്. മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈയാണല്ലോ. മിൻ കിബാരി താബിഈനൽ അലാം, താബിഈങ്ങളിൽ മഹാന്മാരിൽപ്പെട്ട മഹാനാണ് മുഹമ്മദ് ഇബ്നു വാസിഉൽ അസ്ദി റളിയല്ലാഹു അൻഹു. മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങളെ പോലെയുള്ള സൂഫി വര്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സങ്കുചിതത്വം തോന്നിയാൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉന്മേഷം ചിലപ്പോൾ ഉണ്ടായിക്കോളാം. ഞാൻ പറയും, ഇപ്പം നിങ്ങൾ വേദന ഇത്ര ആൾക്കാരൊക്കെ കേൾക്കാൻ വന്നു, ഇനി ഒരു കാലഘട്ടം വരും, എത്രയൊക്കെ പബ്ലിസിറ്റി ചെയ്താലും ഒരു കുട്ടി കേൾക്കാൻ പറ്റാത്ത കാലം ഉണ്ടാവും. വരാത്ത കാലങ്ങൾ വരും. നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത്. കാലം അങ്ങനെയാണ്. നിങ്ങളൊക്കെ അള്ളാഹു മിനൽ മുസ്തഫൈനൽ അഖ്യാർ, അള്ളാഹ് തിരഞ്ഞെടുത്ത നല്ലവരായി അള്ളാഹു മാറ്റിത്തരട്ടെ. കുറച്ച് കാലം കഴിഞ്ഞതിൽ ഇവിടെ ഇപ്പോൾ ഭയങ്കര ഗാനമേള എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തിക്കും തിരക്കുകൊണ്ട് പെരിന്തമണ്ണ വരെ ബ്ലോക്കായിട്ടുണ്ടാവും അല്ലേ? കാലം അങ്ങനെയാണ്. നന്മയ്ക്ക് വേണ്ടി കൊടിപിടിച്ചാൽ അതിന് കൂടാൻ ആളുകൾ ചിലപ്പോൾ കുറവായിരിക്കും. തിന്മയ്ക്ക് വേണ്ടി കൊടിപിടിച്ചാൽ അതിനൊരുപാട് ആളുകൾ, ഒരുപാട് ഫാൻസ് അസോസിയേഷൻ അതിനു വേണ്ടി പിന്നാലെ ഉണ്ടാവും. നിങ്ങളിതിനെത്തി, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സൗഭാഗ്യമാണ്. ഇദാ മരിദ്നാ, മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഹൃദയത്തിന് സങ്കുചിതത്വം വന്നാൽ, ചിലപ്പോഴൊന്നും ഈ നിസ്കരിക്കാനൊന്നും വല്ല ഉന്മേഷം തോന്നൂല. അത്ര ആൾക്കാരല്ലേ ദുആന്റെ ദിക്റിന്റെ മജ്ലിസുകളിൽ സ്ഥിരം വന്നിരുന്നവർ മെല്ലെ മെല്ലെ ഇങ്ങനെ റിവേഴ്സ് അടിക്കും. മെല്ലെ മെല്ലെ ചിലപ്പോൾ കച്ചവടമായിരിക്കും, ജോലിയായിരിക്കും, എന്തെങ്കിലും ഒരു തിരക്ക് പിടിക്കും. അപ്പോൾ വരാൻ കഴിയില്ല, ഒന്ന് മിസ്സാവും, അപ്പോൾ അടുത്തത് മിസ്സാവും, അപ്പോൾ അടുത്തത് മിസ്സാവും. പിന്നെ ഇനി പോയിട്ട് കാര്യമില്ല, 2-3 ആഴ്ച ഞാൻ പോയില്ലല്ലോ, അങ്ങനെ പറ്റ മിസ്സായി പോകും. മഹാനായ മൈമൂൻ ഇബ്നു മിഹ്റാൻ തങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സങ്കുചിതത്വം പോലെ ഞങ്ങൾക്ക് തോന്നിയാൽ മഹാനായ മുഹമ്മദ് ഇബ്നു വാസിഅ തങ്ങളുടെ മുഖം കാണാൻ ഞങ്ങൾ ചെല്ലുമായിരുന്നു. ആ മഹാന്റെ മജ്ലിസിൽ അവരുടെ മുഖം ഇങ്ങനെ നോക്കി നിൽക്കും ഞങ്ങൾ, എന്നിട്ട് തിരിച്ചു പോരും. ആ ഒരു നോട്ടം തന്നെ ഞങ്ങൾക്ക് ആഴ്ചകളോളം ഞങ്ങൾക്ക് ഊർജം നൽകിയിരുന്നു. മഹാന്മാരുടെ മുഖം. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികും വനത്റുകു الذിക്റ അഹ്യാനൻ ഫനൻതകിസൂ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അസുഖം വന്നാൽ അത് ചികിത്സിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള മഹത്തുക്കളെ ഓർത്തുകൊണ്ടാണ്. ആ ഓർമ്മ ഞങ്ങൾ ഒഴിവാക്കുമ്പോൾ ഫനൻതകിസൂ, ഞങ്ങളുടെ ഹൃദയം തിന്മയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്, നന്മയിൽ നിന്ന് മുഖം തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സജ്ജനങ്ങളുടെ ഓർമ്മകളും സജ്ജനങ്ങളുടെ സ്മരണകളും, ഈ ഉറൂസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ്, മഹാന്മാരുടെ ജീവിതം അനുസ്മരിക്കലാണ്, അവരെ പറയപ്പെടലാണ്. അവരുടെ നന്മകൾ നമുക്ക് തഹ്ഫീസ് ചെയ്യും, ഉന്മേഷം നൽകും, ഇൻസ്പിറേഷൻ നൽകും. അതിനാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. ഇദാ മരിദ്നാ തദാവൈനാ ബിദിക്രികും വനത്റുകു الذിക്റ അഹ്യാനൻ ഫനൻതകിസൂ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം, റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇനി മഹാനവറുകൾ അല്ലാഹുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ലോകത്ത് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉപകാരം, ജ്യേഷ്ഠൻ അനുജന് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടാകാം, ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ ജ്യേഷ്ഠൻ്റെ മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടാകാം, ഹോസ്പിറ്റലിലെ ബില്ല് അടച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെ നമ്മൾ ഉപകാരം ചെയ്യൂലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നാൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ ഉപകാരം ചെയ്ത ഒരനുജനാണ്, ജ്യേഷ്ഠനോട് ഉപകാരം ചെയ്ത അനുജനാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. എന്താണ് ഉപകാരം? ഹാറൂൻ നബി അലൈഹിസ്സലാം, മൂസ നബിയുടെ ജ്യേഷ്ഠനാണ് ഹാറൂൻ നബി. സീനായിൽ അവരുടെ ഖബർ കാണാറുണ്ട്, സീനാ മരുഭൂമിയിൽ തൂർ സീനയുടെ ഭാഗത്ത് മഖബറത്ത് ഹാറൂൻ അലൈഹിസ്സലാം.
എന്താണ് മൂസ നബി ചെയ്തു കൊടുത്തെന്നറിയോ? വജഅൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ. അല്ലാഹുവേ വഅർസിൽ ഇലാ ഹാറൂൻ, എനിക്ക് നുബുവത്ത് നൽകിയതുപോലെ, എന്നെ നബിയാക്കിയതുപോലെ എൻ്റെ ജ്യേഷ്ഠനായ ഹാറൂൻ നബിക്കും നീ നുബുവത്ത് കൊടുക്കണമേ. അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്തു. ആ റെക്കമെൻഡേഷൻ അള്ളാഹു സ്വീകരിച്ചു. ഖാല ഖദ് ഊതീത സുഅലക യാ മൂസാ. ഹാറൂൻ നബിക്കും വഹി വരാൻ തുടങ്ങി. ഹാറൂൻ നബിയെ നബിയാക്കണേ, തൻ്റെ ജ്യേഷ്ഠനായ ഹാറൂൻ എന്നവരെ നബിയാക്കണേ എന്നാണ് മൂസ നബി പറഞ്ഞത്. ഇതിലും വലിയൊരു ഉപകാരം ഏതെങ്കിലും ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കാൻ കഴിയുമോ? അതുകൊണ്ടൊരു സഹോദരന് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉപകാരമാണ് മൂസ നബി ജ്യേഷ്ഠനായ ഹാറൂൻ നബിക്ക് ചെയ്തു കൊടുത്തത്. അവർ നബിയായി മാറി. മൂസ നബി പറഞ്ഞതാ, അല്ലാഹുവേ ഞാൻ മാത്രം പോരാ, എൻ്റെ ജ്യേഷ്ഠനായ ഹാറൂൻ നബിക്കും നീ നബുവത്ത് കൊടുക്കണം, പ്രവാചകത്വം നൽകണമേ. അല്ലാഹു രണ്ടുപേരെയും പറഞ്ഞേക്കാം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപെടുന്ന ആളുകളോട് ഒന്ന് ഉണർത്താൻ വേണ്ടി സൂചിപ്പിക്കാൻ. ഈ ആയത്തിന് നല്ലൊരു ആശയമുണ്ട്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. ശരിക്കും മനസ്സിലാക്കണേ. ചിലപ്പോൾ ചില തെറ്റുകൾ തിരുത്താനെന്നോണമോ, തെറ്റുകൾ ഉണർത്താനെന്നോണമോ, തെറ്റുകൾ മനുഷ്യരോട് വിളിച്ചു പറയാനോ ഒരുപാട് ആളുകൾ അവനെ വീട്ടുകുത്തരം ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണുള്ളത് ഈ ക്ലിപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലതും പരിഹാസമായിരിക്കും, വളരെ സർക്കാസം, വളരെ വൾഗറായിട്ട് മോശപ്പെടുത്തി അടിച്ച് താറടിച്ച് ഇങ്ങനെയൊക്കെ നുണയും അല്ലാത്തതും സത്യമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമ്പോഴേ അവർക്ക് ചിലപ്പോൾ നല്ല ഉദ്ദേശമായിരിക്കും, ഒരു മനുഷ്യരെ തിരുത്തണം എന്നുദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരിക. എന്നെയൊക്കെ നന്നാക്കണം എന്ന് ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. അവരുടെ ആ ഉദ്ദേശം കൊണ്ടാണ് അവരെന്നെ ചീത്ത വിളിക്കുന്നത്. ഒരു പുസ്തകം പബ്ലിക്കിലും എല്ലാവർക്കും ഉണ്ടാവുന്നത്. ഞാൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവരെ പറയുന്നത്. അവർ മോശക്കാരായത് കൊണ്ടല്ല, ഞാൻ നന്നാവട്ടെ എന്ന ആഗ്രഹം കൊണ്ട് അവർ പറയുന്നത്. അതുകൊണ്ട് അവരോട് പറയാം, ഞാനും ബാക്കിയുള്ള എല്ലാവരും നന്നാവണം. എന്ത് ചെയ്യണമെന്നറിയോ? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ തിരുത്തും സതുപദേശവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ സോഫ്റ്റ് ടോക്ക്, വളരെ സൗമ്യമായിട്ടേ നിങ്ങൾ സംസാരിക്കാവൂ. ആരോട്? ഫിർഔനിനോട്. മൂസ നബിയോടും ഹാറൂൻ നബിയോടും പറയാം, ആയിരക്കണക്കിന് മനുഷ്യരെ, കുഞ്ഞുമക്കളെ കൊന്ന ക്രൂരനാണവൻ. ആയിരക്കണക്കിന് ആൺകുട്ടികളെ കൊന്നിട്ടുണ്ട് മൂസാ നബി ജനിക്കുന്ന കാലത്ത്. എത്ര വലിയ ളാലിമുണ്ടാവുക, പിഞ്ചു മക്കളെ കൊന്ന ആള്. ആ ഫറോവയുടെ മുമ്പിൽ അവൻ ദൈവമാണ്, ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞ ആളോട് മൂസ നബിയെ നിങ്ങൾ സംസാരിക്കാൻ പോവാൻ. മൂസ നബിയെയും ഹാറൂൻ നബിയെയും അവന് തൊടാൻ കഴിയില്ല. അവര് നബിമാരല്ലേ, അവരിനി എന്ത് പറഞ്ഞാലും അവൻ എന്ത് ചെയ്താലും ഇവരെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഇത് മൂസ നബിക്കും അറിയും, ഹാറൂൻ നബിക്കും അറിയും, അള്ളാഹുവിനും അറിയാം. ഇന്നനി അന മഅകുമാ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, പോയിക്കോളൂ എന്നാ അള്ളാഹ് പറഞ്ഞത്. പിന്നെ എന്തും പറയാല, ഫറോവേ നീ ക്രൂരനാണ്, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മൂസ നബിക്ക് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണെന്നറിയോ? ഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നല്ല സൗമ്യമായിട്ട് സംസാരിക്കണേ മൂസ നബിയെ. മോശമായ വാക്കുകളോ ചീത്ത പറച്ചിലോ ആക്ഷേപങ്ങളോ ഒന്നും വേണ്ട. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഫിർഔനിന്റെ സ്ഥാനപ്പേരെടുത്ത് വിളിക്കണം എന്നാണ് പറഞ്ഞതിനർത്ഥം. മുപ്പർക്ക് സ്ഥാനപ്പേര് അബൂ മുറ എന്നാണ് ഫിർഔനെ വിളിക്കാന്ന. അബൂ മുറ, അവനാള് മരീറാണ്. മുറ എന്ന് പറഞ്ഞ കയ്പ് എന്നാണ്. അബൂ മുറ, യാ അബാ മുറ. മുസാ നബി അങ്ങനെയാ ഫറോവയെ വിളിച്ചെന്ന്. ഫിർഔനെ എന്ന് വിളിച്ചില്ല എന്നാണ്. അല്ലെങ്കിൽ റംസീസ് രണ്ടാമനെ എന്ന് വിളിച്ചില്ല. യാ അബാ മുറ. അബ്, ഉമ്മ് എന്ന് ചേർത്ത് വിളിക്കുന്ന വാക്കുകൾ അറബികൾ സ്നേഹത്തിന് വിളിക്കുന്ന വാക്കാണ്. അങ്ങനെ ഫറോവയോട് സംസാരിക്കണം, മാന്യമായിട്ട് സംസാരിക്കണം. ആരോടായി പറയണത്? രണ്ട് നബിമാരോട്, ഏറ്റവും വലിയ മോശപ്പെട്ട മനുഷ്യനോട് ഏറ്റവും നല്ല ഭാഷയിലെ ഉപദേശിക്കാവൂ. അപ്പോഴേ അത് ആളുകൾ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ സ്വീകരിക്കൂല. ആളുകൾക്ക് മനുഷ്യന്മാരല്ലേ. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളെ നിങ്ങൾ മുസ്ലിമീങ്ങളും ഇസ്ലാമിനെ സേവനം ചെയ്യണമെന്നും അഹ്ലുസുന്നയെ, ഇസ്ലാമിൻ്റെ അഖീദയെ സംരക്ഷിക്കണം എന്നൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങളുടെ സ്വരവും നിങ്ങളുടെ ക്ലിപ്പുകളും നിങ്ങളുടെ ഫോട്ടോസും നിങ്ങളുടെ വീഡിയോസും ഒക്കെ ഖൗലൻ ലയ്യിനൻ, വളരെ സോഫ്റ്റ് ആയിട്ടാവട്ടെ. ഹാറൂൻ റഷീദിന് മുമ്പിൽ ഒരു ആലിമ വന്നിട്ട് പറയാ, ഹാറൂൻ റഷീദേ, ഞാൻ രണ്ട് വാക്ക് നിങ്ങളെ പറഞ്ഞ് നന്നാക്കാൻ പോവാൻ. ഞാൻ ഇച്ചിരി ഗൗരവത്തിലാണ് നിങ്ങളോട്, മുഷദ്ദിദുൻ അലൈക്, ഇച്ചിരി ഗൗരവത്തിലാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഹാറൂൻ റഷീദ്, നിർത്തി 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 നിർത്തി, നിങ്ങളെ വേല തുടങ്ങല്ലേ. പിന്നെ
എന്നെക്കാളും മോശപ്പെട്ട ഒരാളോട് നിങ്ങളെക്കാളും മെച്ചപ്പെട്ട രണ്ടാൾ പോയി വർത്താനം പറയുമ്പോൾ അള്ള പറഞ്ഞ് നല്ല നിലക്ക് വർത്താനം പറയുന്നതാണ്. എന്നിട്ട് ഞാൻ ഫിറഔനെക്കാളും മോശമല്ലല്ലോ, നിങ്ങൾ രണ്ടമ്പിയാക്കന്മാരെക്കാളും മുന്തിയ ആളും അല്ലല്ലോ, അതുകൊണ്ട് നല്ല നിലക്ക് പറയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഫിറഔനോട് വരെ പറയുമ്പോൾ നല്ല നിലക്ക് പറയണമെന്നാ, പിന്നെ എന്തിനു നിങ്ങൾ എന്നോട് പറയണത്? പിന്നെ നിങ്ങൾ മൂസാ നബി ഹാറൂൻ നബിയെക്കാളൊക്കെ മുന്തിയ ആളാണോ? അല്ലല്ലോ, നബിമാരല്ലേ മേലെ. അപ്പം എന്ത് ചെയ്യണ്ട, അങ്ങനെ കടുപ്പിച്ചൊന്നും പറയണ്ട, കാര്യം സരളമായി പറഞ്ഞെന്നാ മതി. അതാണ് ഇസ്ലാമിന്റെ രീതി. ഇത് വിശുദ്ധ ഖുർആനാണ് പഠിപ്പിക്കുന്നത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യതദക്കറു അ യഖ്ഷ. മേബി ഹി വിൽ ബി റിമൈൻഡഡ്, ഓ മേബി ഗോഡ് ഫിയറിംഗ്. ഒരുപക്ഷെ അവൻ അള്ളാഹിനെ ഭയപ്പെടാം, ഒരുപക്ഷെ അവൻ നന്നായേക്കാം, അവൻ ചിന്തിച്ചേക്കാം. അതിനെന്ത് ചെയ്യണം? സോഫ്റ്റ് വാക്കുകൾ പറയണം. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, യാ അബാ മുറ ഉഖന്നീഹി ഹീന ഉനാദിഹി ലിഉക്രിമഹു ولا ألقبه فالسوءة اللقب كذاك أدبت حتى صار من خلقي أني وجدت ملاك الشيمة الأدب ഉക്കന്നീഹി. ഒരാളെ പേര് വിളിക്കുമ്പോൾ അയാളെ ഇഷ്ടപ്പെടുന്ന നല്ല പേരാണ് വിളിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അവരുടെ ഏതെങ്കിലും ഇഷ്ടപ്പെടാത്ത പേരുകൾ വെച്ചുകൊണ്ടല്ല ഞാൻ വിളിക്കുന്നത്. കദാക ഉദ്ദിബ്തു, അങ്ങനെയാണ് എനിക്ക് അച്ചടക്കം പഠിപ്പിക്കപ്പെട്ടത്. ആ അച്ചടക്കമാണ് ഞാൻ പഠിച്ചത്. ഹത്താ സാറ മിൻ ഖുലുഖി, അതെന്റെ സ്വഭാവമാണ്. അന്നീ വജത്തു മിലാക ശീമത്തിൽ അദബു, ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് അദബാണ്, മാന്യതയാണ്, ബഹുമാനം കാണിക്കലാണ്. അങ്ങനെ ആളുകളോട് സംസാരിക്കാവൂ. ഇത് ദഅവത്തിന്റെ ഒരു രീതിയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് ചെന്ന് പറയുകയാണ്, ഫറോവേ, നിങ്ങൾ ഒരു രാജാവല്ലയോ? അൻത മിസ്ലുക യുസ്ലിഹുന്നാസ്, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ജനങ്ങളെ നന്നാക്കാൻ കഴിയുന്ന ആളുകളല്ലേ? വമിസ്ലുക ഇമാമുൻ യുഖ്തദാ ബിഹ്, ഫറോവ, നിങ്ങളൊരു നേതാവാണ്, നിങ്ങളെയാണ് ജനങ്ങൾ അംഗീകരിക്കുക. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, അങ്ങനെ ഒരു അറബിയിൽ ഒരു വാക്കുണ്ട്, ഹദീസ് അത്ര ഒന്നും അറിയില്ല. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, രാജാവിന്റെ മതം എന്താ? അതന്നെ കാരണം നാട്ടുകാരെ മതം അങ്ങനെയാണ്. രാജാവ് സുന്നിയാണെങ്കിൽ സുന്നി, രാജാവ് പിന്നെ ബിദ്അയാണെങ്കിൽ ജനങ്ങളും ബിദ്അയികളാവും. അങ്ങനെയാണ് അത്, അങ്ങനെ ജനങ്ങൾ അങ്ങനെയാണല്ലോ. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, അതുകൊണ്ട് ഫറോവ ഫഅസ്ലിം വഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാഹുവിനെ ഭയപ്പെടണമേ എന്ന് മൂസാ നബി അലൈഹിസ്സലാം സംസാരിക്കുമ്പോൾ ഫറോവയുടെ ചോദ്യം, ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസാ, ശ്രദ്ധിക്കണേ, ആരാണ് നിങ്ങൾ രണ്ടുപേരുടെയും പടച്ചവൻ മൂസാ നബിയേ എന്ന് ചോദിക്കുകയാണ്. അതിന് മൂസാ നബിക്ക് കൊടുക്കാൻ മറുപടി അല്ലാഹു എന്നാണെങ്കിൽ ഫറോവ പറയും, എൻ്റെ പടച്ചവൻ അല്ലാഹ് തന്നെയാണ്. റബ്ബി, എൻ്റെ റബ്ബാണ് എൻ്റെ പടച്ചവൻ. ഫറോവ പറയും, ഞാനും റബ്ബ് തന്നെയാണ്. പക്ഷേ മൂസാ നബി, ആരാണ് നിങ്ങളുടെ റബ്ബെന്ന് മൂസാ നബിയോട് ഫറോവ ചോദിച്ചതിന് മൂസാ നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി വളരെ അത്ഭുതമാണ്. ഇമാം സമഖ്ശരി സാഹിബുൽ കശാഫ്, ഇമാം സമഖ്ശരി വിഷയം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, മൂസാ നബിയുടെ മറുപടി എന്തോ ഒരു അത്ഭുതമാണ്. ലില്ലാഹി ദർറുഹു മിൻ ജവാബിൻ കസ്സാഇഖ, ഇടിമിന്ന് പോലോത്ത മറുപടിയാണ് മൂസാ നബി കൊടുക്കുന്നത്. ആരാ മൂസാ നബി നിങ്ങളുടെ പടച്ചോൻ? അതിന്റെ പടച്ചോൻ തന്നെ. അതല്ല മൂസാ നബിയുടെ മറുപടി, അതല്ല തന്നെ, അതൊന്നുമല്ല. മൂസാ നബി കൊടുത്ത മറുപടി എത്ര മനോഹരമാണ്. ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പെർഫെക്റ്റ് ആൻസർ. ദമഖ്ശരി ഇമാം പറഞ്ഞ പോലെ കസ്സായിഖ, ഇടിമിന്നാണിത്, ഒന്നും നിഷേധിക്കാൻ പറ്റൂല ഫറോവക്ക് അവിടെ. റബ്ബുനാ, എന്റെയും നിങ്ങളുടെയും പടച്ചവൻ. ഖാല റബ്ബുനാ അല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും ആ വസ്തുക്കൾക്ക് ആവശ്യമായ രൂപങ്ങൾ നൽകുകയും ചെയ്യുകയും, സുമ്മ ഹദാ, ആ ജീവികൾക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തവനാരോ അവനാണ് എന്റെയും നിങ്ങളുടെയും പടച്ചവൻ. ജനിച്ചു വീഴുന്ന കുഞ്ഞിന്, പിഞ്ചു പൈതലിന് ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് ഊമ്പി കുടിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തതാരാണോ ആ റബ്ബിനെയാണ്. ഖൽഖഹു സുമ്മ ഹദാ, അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ജനിച്ചു വീഴുന്ന കുഞ്ഞിനോട്, ആ കുഞ്ഞിനെങ്ങാനും ഉമ്മയിൽ നിന്ന് പാല് കുടിക്കാൻ അറിയില്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോവില്ലേ?
കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കുഞ്ഞെ, ഇത് നീ വലിച്ചു കുടിക്കുന്നിട്ട് ഇറക്കണേ. ഇതൊക്കെ അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തതിനാണ് സുമ്മ ഹദാ എന്ന് പറയുന്നത്. ജീവിതം കൊടുത്തു എന്ന് മാത്രമല്ല, ആ ജീവിതം നിലനിർത്താൻ ആവശ്യമായ മുഖവ്വിമാത്തുകൾ, ജീവിതത്തിന് ആവശ്യമായ നെസസറി ഫാക്കൽറ്റികൾ മുഴുവൻ അല്ലാഹു നൽകിക്കൊണ്ടാണ് മനുഷ്യനെ പടച്ചത്. അങ്ങനത്തെ ഒരു പടച്ച തമ്പുരാൻ ഒരു പശുക്കിടാവിന് നീന്തൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്ന പോലെ, സിംഹക്കുഞ്ഞിന് ഓടാൻ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ പോലെ, ഓരോ ജീവികൾക്കും ആവശ്യമായത് ഇവിടെ ചെയ്തു വെച്ചു കൊടുത്ത തമ്പുരാനെ. കോടിക്കണക്കിന് മൃഗങ്ങൾ പ്രസവിച്ച് കോടിക്കണക്കിന് മക്കൾ കാടുകളിലുണ്ട്. ആരെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടോ? പ്രസവ ശുശ്രൂഷ കൊടുക്കുന്നുണ്ടോ മൃഗങ്ങൾക്ക്? അവങ്ങനെ പ്രസവിക്കുന്നു, ആ കുഞ്ഞുങ്ങൾ വളരുന്നു, അവരെ വളർത്തുന്നു, അവർക്ക് വേണ്ടതെല്ലാം അല്ലാഹു ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഓരോ സൃഷ്ടിപ്പിനും അല്ലാഹു രൂപം നൽകിയിട്ടുണ്ട്. മരങ്ങൾക്കൊക്കെ രൂപമുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരേ പോലെയുള്ള മരങ്ങൾ ലോകത്തില്ലെന്നാണ്. ഒരേ ഹൈറ്റും ഒരേ ഷേപ്പിലുമുള്ള മരങ്ങൾ, എല്ലാ മരങ്ങൾക്കും വ്യത്യസ്തതകളുണ്ട്. എല്ലാ ഇലകളും വ്യത്യസ്തമാണെന്നാണ്. ഒരേ തരത്തിലെ മരത്തിന്റെ ഇലകളാണെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ നാവും കണ്ണും നമ്മുടെ ഫിംഗർ പ്രിന്റുകളും നമ്മുടെ ശരീരത്തിന്റെ ഒരു സ്മെല്ലുണ്ടത്രേ. ഇതുപോലും 6 ബില്യണോ ഇനി എത്രയാവട്ടെ മനുഷ്യർ ഇവിടെ ജീവിച്ചിരിക്കുന്നവർ, അവരുടെ സ്മെല്ലും മരിച്ചു കഴിഞ്ഞവരുടെ സ്മെല്ലും ഇനി ജനിക്കാൻ പോകുന്നവരുടേതും വ്യത്യസ്തമാണ്. ഇതാണ് ഖാലിഖ്. നിങ്ങൾ കൊണ്ടുവരി. ആരാ പിന്നെ ഇതൊക്കെ പടക്കണത്? ആരാ? ഇങ്ങനെ പടക്കാൻ പറ്റുമോ? ഒരാളെപ്പോലെ തോന്നിക്കുന്ന ഒരാളുമില്ല. വെറുതെ പറയാം 6 ആളുണ്ട് ഒരാളെ പോലെ, അങ്ങനെയില്ല, വെറുതെ പറഞ്ഞതാ. ഒരാളെപ്പോലെയുള്ള ഒരാളുമില്ല. എല്ലാം യുണീക്ക്, ഐഡന്റിക്കൽ, എല്ലാം വ്യത്യസ്തം. അതോടൊപ്പം ആരാണിത് പടച്ചത്? മൂസാ നബി അലൈഹിസ്സലാം ഫറോവക്ക് കൊടുത്ത മറുപടി അതാണ്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹ്. എല്ലാറ്റിനും രൂപങ്ങൾ. മലകളുടെ രൂപങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതങ്ങനെ നമ്മൾ വല്ല ബിൽഡിംഗ് കോൺട്രാക്ടർമാർക്കും കൊടുക്കുകയാണെങ്കിൽ ഒരുവിധം മലയൊക്കെ ഒരേ രൂപത്തിലായിരിക്കും. ഒരു രസം ഉണ്ടാവില്ല കാണാൻ, ചിത്രം വരച്ച പോലെ ഉണ്ടാവും. ഒക്കെ ഒരു ത്രികോണം ഇങ്ങനെയൊക്കെയല്ലേ വെക്കാൻ പറ്റുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലകൾക്ക് കൊടുത്ത രൂപങ്ങൾ അത്ഭുതമാണ്. ഒരു കല്ല് ഇങ്ങനെ നിൽക്കുന്നു, ഒരു മല ഹൈറ്റ് ഇത്ര കുറവ്, ഇവിടെ ചെറിയൊരു വളവ്, അതിൻ്റെ ഷേപ്പുകൾ രൂപങ്ങളൊക്കെ വ്യത്യസ്തമാണ്. ഒരിക്കലും ബോറടിക്കില്ല. നമ്മുടെ ഈ ബിൽഡിംഗ് മനോഹരമാണ്. ഇതിപ്പോൾ അല്ലാഹു മനുഷ്യന് ഭൂമിയിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് നിർമ്മിക്കാനുള്ള കഴിവ് കൊടുത്ത്, അള്ള കൊടുത്ത സാധനം കൊണ്ട് മനുഷ്യന് ഷേപ്പ് ചെയ്തത്. അതപ്പോൾ ഈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ മൈക്കും സ്റ്റേ ഇതൊക്കെ ഇപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തതാണ്. അള്ളാഹു ചെയ്തു വെച്ചതിനൊന്നും പഴക്കം തോന്നൂല. പുഴകളും മലകളും ഈ ആകാശവും ചെടികളും നമ്മളെ പറമ്പുകളൊക്കെ എത്ര കൊല്ലായി കാണും നമ്മുടെ പുഴകളൊക്കെ ഒഴുകാൻ തുടങ്ങിയിട്ട്. ആരെങ്കിലും പറയോ ആ പഴയ പുഴ അങ്ങനെ പറയില്ല? പഴയ കടലെന്ന് പറയോ? കടലിന് എപ്പോഴും ഭംഗിയല്ല. നമ്മളുണ്ടാക്കിയ ബിൽഡിംഗ് ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ നിൽക്കൂല, അത്രയൊന്നും. എന്നാൽ തന്നെ ആ പഴയ ബിൽഡിംഗ് എന്ന് പറയും അല്ലേ? അള്ളാഹു ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും പഴയതാ തോന്നുന്നുണ്ടാ? എത്ര കൊല്ലായി നമ്മുടെ നാട്ടിലെ കുന്നുമലയൊക്കെ, ആ പഴയ മല അങ്ങനെ ആരും പറയില്ല. എല്ലാം അതിൻ്റെ പുതുമയിൽ നിലനിർത്തുകയാണ് അള്ളാഹു. അതൊക്കെ ചിന്തിക്കണം. ഓരോന്നിനും രൂപവും ഭാവവും അതിനാവശ്യമായ മുഴുവനും. കോടിക്കണക്കിന് മത്സ്യങ്ങളുണ്ട് അള്ളാഹിൻ്റെ ഭൂമിയിൽ. എല്ലാ ദിവസവും മുക്കന്മാർ പോയി പിടിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മീൻ കിട്ടുന്നുണ്ട്. പിറ്റേന്നുണ്ട് മീൻ, പിറ്റേന്നുണ്ട്. ഇതൊക്കെ ഒരു ദിവസം പിടിച്ചുകൊണ്ടെന്നാൽ കടൽ കാലിയാവൂലേ? പക്ഷെ കാലിയാവുന്നില്ല. ആ ആവശ്യമുള്ളതേ വലയിലേക്ക് അള്ളാക്കി കൊടുക്കണുള്ളൂ. മറ്റേത് ഇപ്പുറത്ത് വളരെയാണ്. ആ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. മൂസ നബിയുടെ മറുപടി അതാണ്. ആഴത്തിൽ പഠിക്കേണ്ട ഒരു മറുപടിയാണിത്. ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. لقد علمت ما أنزل هؤلاء إلا رب السماوات والأرض بصائر وإني لأظنك يا فرعون مثبورا. ഫിർഔനെ, നീ ചിന്തിക്കുന്നില്ലേ? ഇന്നത്തെ കൊച്ചു ഫിർഔന്മാരാണ് യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ. അന്നത്തെ ഫിർഔൻ അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചറാണ് ഇപ്പോഴത്തെ കുഞ്ഞു ഫിർഔനുകൾ. ലഖദ് അലിംത് മൂസ നബിയുടെ സംവേദനമാണ്. ചിന്തകൾ പകർന്നു കൊടുക്കുകയാണ്. ഇന്റലക്ച്വൽ ടോക്ക്. ലഖദ് അലിംത ഫിർഔനെ, നിനക്കറിയില്ലയോ?
മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർള്. ആകാശലോകങ്ങളെയും ഭൂമിയെയും നിയന്ത്രിച്ചു കൊടുക്കുന്നവനാരോ, നിയന്ത്രിക്കുന്നവനാരോ? ആ അല്ലാഹു തന്നെയല്ലേ ഈ കാണുന്നതെല്ലാം നമുക്ക് സംവിധാനിച്ചത്. എന്തിന്? ബസ്വാഇർ, മനസ്സിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ചിന്തകളായി രൂപപ്പെടാൻ. ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ്. ആലോചിക്കും. ഒരു മണൽത്തരി വെറുതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇത് ലാബിന്ന് മണൽത്തരി കഴിയൂല. അള്ളാഹ് ഉണ്ടാക്കി വെച്ചതിനെ ഡെവലപ്പ് ചെയ്യാന്നല്ലാതെ ഒരു DNA കോശെങ്കിൽ DNA-യുടെ ഒരു അംശം നമ്മുടെ കയ്യിൽ കിട്ടിയാലേ അതിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ക്ലോണിങ് നടക്കുള്ളൂ. സീറോയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടായത്? അള്ളാഹ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ. ചെടികൾ ഇങ്ങനെ പുതിയ പുതിയ ചെടികൾ മുളക്കുന്നില്ലേ? പുതിയ മഴ പെയ്യുന്നില്ലേ? പുതിയ നക്ഷത്രങ്ങൾ പിറക്കുന്നില്ലേ? പ്രപഞ്ചത്തിൽ ഖൽഖ്, സൃഷ്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂസാ നബി ചോദിച്ചു, ലഖദ് അലിംത്, ഇത് ഫറോവ നിനക്കറിയില്ലേ അള്ളാഹ് എവിടെയെന്ന് ചോദിച്ചാൽ, നിന്റെ രണ്ട് ചെറിയ കണ്ണിന്റെ മുമ്പിൽ കാണപ്പെടാൻ മാത്രം അള്ളാഹു ചെറുതാകണം എന്നാണോ നീ ചോദിക്കുന്നത്? അല്ല, അതിനർത്ഥം അള്ളാഹിനെങ്കിലും മുമ്പിൽ കാണണം. നീ എന്ത് വിചാരിച്ച അള്ളാഹ് അത്ര സ്വഹീറായ ഒരു സാധനമാണെന്നാണോ? അള്ളാഹുവിനെ പറ്റി, അള്ളാഹുവിന്റെ മഹത്വം നീ മനസ്സിലാക്കിയില്ലേ? നിന്റെ കണ്ണത്ര ചെറുതാണ്. എത്ര ചെറിയ ഈ ഐബോൾ. ഈ കണ്ണുകൊണ്ട് എനിക്ക് അള്ളാഹിനെ കാണുന്നാലേ വിശ്വസിക്കുന്നു. പൊന്നു സഹോദര, എന്തായി പറയുന്നത്? പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എത്ര വലുതാണ് അതൊക്കെ. ഈ ഖാലിഖുസ് സമാവാതി വൽ അർളിന് നിന്റെ ഭൂമിക്ക് ഉടനെ ഇറങ്ങി വന്ന അള്ളാഹ് അങ്ങനെ നിൽക്കണം. അങ്ങനെയൊന്നും ഇവിടെ പരീക്ഷയല്ല. ഇത് പരീക്ഷയാണ്. ഉത്തരം കാണിച്ചു കൊടുത്തിട്ടുള്ള പരീക്ഷയല്ല ഇത്. അത് കോപ്പിയടിക്കലാണ്. ഉത്തരം കാണിക്കാതെയുള്ള പരീക്ഷയാണ്. ബുദ്ധി കൊണ്ട് നീ ഉത്തരം കണ്ടെത്തുന്നുണ്ടോ? അവർക്ക് കൊടുക്കുന്നതാ സ്വർഗം നരകം. അള്ളാഹു ഇപ്പോൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഒരടി മുഖത്ത് കിട്ടുമെന്ന് സങ്കല്പിക്കുക. ആരെന്നറിയില്ല, ഒരടി വരും. നുണ പറയുമ്പോൾ വരും അടി. അങ്ങനെ സങ്കല്പിക്കുക. അള്ളാഹു അങ്ങനെ സംവിധാനം ഉണ്ടെങ്കിൽ ആരെങ്കിലും നുണ അറിയോ? നിസ്കരിച്ചിട്ടില്ലേ? അപ്പൊ തലകുത്തി വീഴും. അപ്പൊ പോയി നിസ്കരിക്കൂലേ? ഉടനെ അള്ളാഹ് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ഇഖ്തിബാർ, ഇതെന്ത് പരീക്ഷണം, എന്ത് പരീക്ഷ പിന്നെ ഇവിടെ ഉള്ളത്? അതുകൊണ്ട് അള്ളാഹു അതൊന്നും, ഈ മാജിക് ഒന്നും അള്ളാഹ് ചെയ്യൂല. ഈ മാജിക് ഒന്നും ഇവിടെ നടക്കൂല. അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ ഇത് കണ്ടിട്ട് നിനക്ക് ബുദ്ധിയിൽ ഇതിനൊരു പടച്ചവനുണ്ടെന്നും റസൂലുള്ളാഹി തങ്ങളുടെ സത്യസന്ധതയും നുബുവത്തും ഖുർആനിന്റെ മാനുഷികതയും മനസ്സിലാക്കി നീ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതിന് അള്ളാഹു നൽകുന്നതാണ് സ്വർഗവും നരകവും. അള്ളാഹു അംഗീകരിക്കുന്നവർക്ക് ഇത് വലിയ പരീക്ഷണല്ലേ? ഏറ്റവും വലിയ റിസ്ക് അല്ലേ നമ്മൾ ചെയ്യുന്നത്? വലിയ റിസ്ക്കാണ്. കാണില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാഹ്, നിസ്കാരം നിലനിർത്തുന്നവർ എന്ന് പറയുന്നതിന്റെ മുമ്പ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, നിങ്ങളുടെ കണ്ണുകൾക്കോ ചിന്തകൾക്കോ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ലോകത്തെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതാണ് മുസ്ലിം. ഒക്കെ വിശ്വാസമാണ്, എല്ലാം വിശ്വാസമാണ്. സമയമില്ലാത്തവനെ ചില ക്ലാസ്സിലൊക്കെ പറയാൻ, ഇതിപ്പോൾ ഈ സ്റ്റേജിൽ ഞാൻ നിൽക്കുന്നത് ഒരു വിശ്വാസമാണ്. എങ്ങനെ? ഇത് പൊളിഞ്ഞു വീഴൂല. നിങ്ങളുടെ ഇരിക്കുന്നത് ഒരു വിശ്വാസമാണ്. ഈ ഭൂമി ഇടിഞ്ഞു വീഴൂല. ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ, പള്ളിക്ക് ഒരു കെട്ടിടത്തിൽ, ഒരു വാഹനത്തിൽ കയറുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കൂല, അല്ലെങ്കിൽ ഈ വാഹനം കുഴപ്പമില്ലാണ്ട് പൊയ്ക്കോളും എന്ന ഒരു ഈമാൻ അവിടെ ഉണ്ട്. അത് ഇസ്ലാമികമായ ഈമാൻ അല്ല, അറബിയിൽ പറയുമ്പോൾ വിശ്വാസം. നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലും, നിങ്ങൾ വീട് ഇങ്ങനെ വീഴും എന്ന് പേടിയുണ്ടെങ്കിൽ വീട്ടിൽ കയറോ? വീട് വീഴില്ല എന്നൊരു വിശ്വാസത്തിലാണ് പോയി കിടക്കണത്. അതൊരു ഈമാനാ. ദുന്യാവിൽ എല്ലാറ്റിലും പാലുണ്ടല്ലോ, നമ്മൾ പഴയ പാലങ്ങളൊക്കെ, പഴയ പാലത്തുമ്പോൾ കയറാൻ പേടിയാ കയറാം, പുതിയ പാലത്തും പോകണം ഭയങ്കര ഈമാനാ കയറാം. എന്താണത്? ഇത് വീഴൂല എന്നൊരു വിശ്വാസത്തിലായി ഓടുന്നത്. ഭക്ഷണം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ വിഷം ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ് കല്യാണത്തിന് പോയി തിന്നുന്നത്. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമോ? എല്ലാറ്റിലും ഒരു വിശ്വാസമുണ്ട്. പടച്ചതമ്പുരാനിൽ മാത്രം ഈ പരിപാടി പറ്റൂല എന്ന് എന്താ ഈ പറയണത്? മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. ഇതൊക്കെ സെക്കൻഡറി വിശ്വാസമാണ്. അല്ലാഹുവിലും അവന്റെ റസൂലിലും അന്ത്യനാളിലും ഇന്നൽ ജന്നത ഹഖ് വന്നാറ ഹഖ് വഇന്നസ് സിറാത ഹഖ്, എല്ലാം സത്യമാണ്. വൽ മീസാനു ഹഖ്, എല്ലാം സത്യമാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഫിർഔനോട് മൂസാ നബി അലൈഹിസ്സലാം സംവദിക്കുകയാണ്. അമേരിക്കക്കാരനായ ഒരു ചിന്തകനുണ്ട്, ക്രിസി മൊറിസൺ. അദ്ദേഹം അത്ഭുതപ്പെട്ട് പറയാറുണ്ട്, മനുഷ്യന്റെ ചിന്തകളെ ഉണർത്തുന്ന ആളാണ്. എങ്ങനെയാണ് തേനീച്ചകൾ ചില സമയങ്ങളിൽ 100 കിലോമീറ്ററിലേറെ യാത്ര ചെയ്യാറുണ്ട്. ക്രിസി മൊറിസൺ അദ്ദേഹം അത്ഭുതപ്പെട്ട് പറയാണ്, ആരാണാവോ ഈ തേനീച്ചകൾക്ക് 100 കിലോമീറ്ററൊക്കെ പോയിട്ട് തിരിച്ച് തൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു വരാൻ ആരാണ്? ഏത് GPS ആണ്, ഗൂഗിളാണോ, ആരാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലോബൽ പൊസിഷനിങ്? ആരാണ് അവർക്ക് GPS കൊടുത്തത്? നേരത്തെ നമ്മൾ പറഞ്ഞ മൈഗ്രേറ്ററി ബേർഡുകൾക്ക്, മൈഗ്രേറ്റ് ചെയ്യുന്ന മത്സ്യങ്ങൾക്ക്, തേനീച്ചക്ക് ആരാണ് ഇതൊക്കെ വഴി കാണിക്കുന്നത്? ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളില്ലയോ? അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ ഫിർഔന്റെ അടുത്ത ചോദ്യം,
ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. അപ്പൊ മൂസ നബിയെ കുറെ ആൾക്കാർ മരിച്ചു പോയിട്ട് ഇപ്പൊ ആരും തിരിച്ചു വന്നിട്ടില്ലല്ലോ, അപ്പൊ അതൊരു ചോദ്യമാണ്. ഖബറിൽ ഇപ്പൊ എന്താ അവസ്ഥ എന്ന് ഇപ്പൊ വല്യമ്മ നീച്ച് പറഞ്ഞു തരാണ്. ഇപ്പൊ ഞാൻ നല്ല കുട്ടിയായി നിസ്കരിച്ച് നടന്നേനെ, പക്ഷെ വല്യമ്മ വരുന്നില്ലല്ലോ. വേണമെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാം, ആരും തിരിച്ചു വന്നില്ലല്ലോ. അങ്ങനെ തന്നെയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫറോവ ചോദിച്ചു ഇതേ ചോദ്യം, ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണത്. പുണ്യനബി തങ്ങൾ ഉഹദിലെ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹു എന്ന ജാബിർ തങ്ങളുടെ വാപ്പയുടെ കഥ പറയുന്നുണ്ട്. ജാബിർ തങ്ങളുടെ വാപ്പ ഷഹീദായപ്പോ, ജാബിറേ നിങ്ങൾ വേണമെങ്കിൽ കരഞ്ഞോ, നിങ്ങളുടെ ഉമ്മയും, അല്ലെങ്കിൽ കരാണ്ടിരുന്നോളി, എന്തായാലും എനിക്ക് വിഷയമല്ല, നിന്റെ ഉപ്പാക്കൊരു വലിയ ഭാഗ്യമുണ്ടായിട്ടുണ്ട് ജാബിറെ. അത് ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കി. ലഖദ് കല്ലമല്ലാഹു അബാക കഫാഹൻ ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അല്ലാഹു നേർക്കുനേരെ നിങ്ങളുടെ വാപ്പയോട് സംസാരിച്ചു ജാബിർ എന്നവരെ. സ്വഹീഹായ ഹദീസാണ്. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. അല്ലാഹു ചോദിച്ചു, തമന്ന യാ അബ്ദി, വേണ്ടത് ചോദിച്ചോളൂ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു ചോദിച്ചു അത്രേ, പറഞ്ഞോളൂ എന്താ വേണ്ടത്. പറഞ്ഞു, അല്ലാഹുവേ നീ എന്നെ ഭൂമിയിലേക്കൊന്ന് തിരിച്ചു വിടുമോ, നിനക്ക് വേണ്ടി ഒരിക്കലൂടെ എനിക്ക് ഷഹീദാവണം എന്ന് മഹാൻ പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു, കതബ്തു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ. സോറി എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു അംറെ ഭൂമിയിലേക്ക് തിരിച്ചു പോവുക എന്നത് ആർക്കും ഞാൻ നിശ്ചയിച്ചിട്ടില്ല. അത് ചോദിക്കേണ്ട, അങ്ങനെ നടക്കൂല. ഭൂമിക്ക് ഇനി പോക്കില്ല, ഒരു പോക്കേ ഉള്ളൂ. എന്നാ പിന്നെ അല്ലാഹുവേ ഇർള അന്നി, നീ എന്നെ തൃപ്തിപ്പെടണേ പടച്ചവനെ. ഖാല റദീതു അൻക ഫലാ അസ്ഖതു അലൈക അബദാ, എന്നെ നീ പൊരുത്തപ്പെടണേ റബ്ബേ, നിങ്ങളെ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു അബ്ദുല്ലാ, നിങ്ങളോട് ഞാൻ ഒരിക്കലും ദേഷ്യപ്പെടൂല, നിങ്ങൾ എനിക്ക് വേണ്ടി ഷഹീദായവരാണ് എന്ന് ജാബിറെ നിങ്ങളുടെ വാപ്പയോട് അല്ലാഹു സംസാരിച്ചു കഴിഞ്ഞു. ആ വാപ്പയാണ് നിങ്ങളുടെ വാപ്പ. അതുകൊണ്ട് വാപ്പ 5-8 പെൺമക്കളെ നാട്ടിൽ നിർത്തിയിട്ട് ആ പെൺമക്കളുടെ ഉത്തരവാദിത്വം ജാബിർ എന്നവർക്കാണ്. പെൺകുട്ടികളെ നിർത്തിയിട്ടാ ഷഹീദായത്. അതുകൊണ്ട് നബി ഞങ്ങൾ പറയാം, ജാബിറെ വാപ്പയുടെ വിഷയത്തിലൊന്നും വിഷമിക്കേണ്ട, വാപ്പ രക്ഷപ്പെട്ടു, അള്ളാഹുവിനോട് സംസാരിച്ചവരാ. ഭൂമിയിലേക്ക് തിരിച്ചു വരവില്ല, ഒരിക്കലും വരാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്. മൂസാ നബി എന്താ കൊടുത്ത മറുപടി എന്നറിയോ? സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. മൂസ നബിയെ ഒരുപാട് തലമുറ മരിച്ചുപോയില്ലേ, അവരൊന്നും തിരിച്ചു വന്നില്ലല്ലോ. അപ്പം പരലോകം ഉണ്ടാവോ, പുനർജീവിതമുണ്ടോ, ബഅസ് നുശൂർ ഉണ്ടോ? അതിന് മഹാനവരുടെ മറുപടി ഖാല, മൂസ നബിയുടെ മറുപടിയാണ്, ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യളില്ലു റബ്ബി വലാ യൻസാ. മനോഹരമായ മറുപടി. ഇൽമുഹാ ഇൻദ റബ്ബി, മുൻകഴിഞ്ഞു പോയ മനുഷ്യരെ കുറിച്ചുള്ള എല്ലാ അറിവും എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അരികത്തുണ്ട്. ഫീ കിതാബ്, എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. ആരുടെയൊക്കെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെ എവിടേക്കാണ് പോകുന്നതെന്ന്. ലാ യദില്ലു റബ്ബി വലാ യൻസാ, എൻ്റെ റബ്ബ് മറക്കുകയോ എൻ്റെ റബ്ബിന് വഴിപിഴക്കുകയോ ഇല്ല. ഫിർഔനെ, എൻ്റെ റബ്ബിൻ്റെ അരികത്തതിൻ്റെ അറിവിരിക്കുകയാണ്. അതാണ് അതിന് മറുപടി പറയാൻ കഴിയൂ. അതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനോട് ഇவ்விதം തർക്കിച്ചിട്ടും ചിന്ത കൊണ്ട് ചിന്തകളെ നേരിട്ടപ്പോഴും ഫറോവയുടെ ധിക്കാരം കൊണ്ട് അയാൾക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഫറോവയെ അള്ളാഹു മുക്കിക്കൊല്ലുന്നത്. മുങ്ങി മരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഫറോവയുടെ വായയിലേക്ക് ചെളിവാരിയിട്ട് കൊടുക്കുകയായിരുന്നു എന്ന് വിശുദ്ധ നബി തങ്ങളുടെ ഹദീസിലുണ്ട്. നബിയെ, ഫറോവ വെള്ളത്തിൽ മുങ്ങുമ്പോൾ പറയാൻ തുടങ്ങി, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ മക്കള്, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയാണ്. യാക്കൂബ് നബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബിന്റെ പേരാണ്. ജൂതന്മാർ അങ്ങനെ, അതുകൊണ്ട് യാക്കൂബ് നബിന്റെ മഖാം നമുക്ക് സിയാറത്ത് ചെയ്യാൻ കിട്ടൂല. അത് ജൂതന്മാർ അവരുടെ ഭാഗത്ത് പിടിച്ചുവച്ചിരിക്കുകയാണ്. ഇബ്രാഹിം നബിന്റെ മഖാമുള്ള അതേ പള്ളിയിൽ യാക്കൂബ് നബിനെ നമുക്ക് കാണാൻ കിട്ടൂല. അത് ജൂതന്മാരുടെ ഭാഗം. ഒരു പള്ളി തന്നെ സെനഗോഗുമാണ്, മസ്ജിദുമാണ്. അങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാം അവരുടെ പേരാണ് ഇസ്രായേൽ.
അള്ളാഹുവിന് ഒരുപാട് ഇബാദത്ത് ചെയ്താണെന്ന് ആ വാക്കിൻ്റെ അർത്ഥം. ഇന്നിപ്പോൾ ഇതൊരു ളാലിമീങ്ങളായ അക്രമികളുടെ രാജ്യമാണ്. അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് മോചനം നൽകട്ടെ. അള്ളാഹു അവരുടെ നാടവർക്ക് തിരിച്ചു കൊടുക്കട്ടെ. നബിയേ, അങ്ങ് കണ്ടിരുന്നുവെങ്കിൽ ഫറോവ മരിക്കാൻ നേരത്തെ പറയുകയാണ്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ഇസ്രായേൽ മക്കള് വിശ്വസിക്കുന്ന ദൈവമേതോ പടച്ചവനേതോ ആ അള്ളാഹുവിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവൻ മുങ്ങണ നേരത്ത് പറഞ്ഞു. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു വിഷയം. എല്ലാവരുടെ കൽബിലും ഉണ്ട്. പടച്ചവനില്ല എന്ന് ഇങ്ങനെ യൂട്യൂബിലൂടെ വീഡിയോ ഉണ്ടാക്കി വിടുന്നിടത്തിന്റെ തലയ്ക്ക് തേങ്ങ വീണ, ഓ ദൈവമേ എന്നാ പറയാ. എന്ത് ദൈവമേന്ന് നീ എങ്ങനെ പറയാ? അവന്റെ വായ കൊണ്ട് അള്ളാഹു ഇത് പറയിപ്പിക്കുകയാണ്. വിശ്വാസം. അതുകൊണ്ടാണ് ഖുർആൻ കാഫിർ എന്ന് പറയാൻ കാരണം. കഫറ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വിത്ത് മണ്ണിൽ പൂഴ്ത്തിവെക്കുന്ന കർഷകന് അറബിയിൽ കാഫിർ എന്ന് പറയും. അത് ഭാഷയിൽ പറയട്ടോ. ഇനി കർഷകന്മാരെ കാഫിറെ വിളിക്കാൻ നിൽക്കില്ലേ, അതിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പ്രശ്നമാവും. അപ്പോ ഖുർആൻ കുഫാർ എന്ന് പറഞ്ഞത് കർഷകരെ കുറിച്ച് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് അങ്ങനെയാ പറഞ്ഞ കർഷകൻ. എന്താ അതിന്റെ അർത്ഥം? വിത്തിനെ മണ്ണിൽ മറച്ചു വെക്കുകയാണ്. വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല ഈ നിരീശ്വരവാദി. വിശ്വാസത്തെ അവർ മറച്ചു പിടിക്കുകയാണ്. അതുകൊണ്ടാണ് കാഫിർ എന്ന് പറയാൻ കാരണം. വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, ഉള്ളിൽ എവിടെയോ ഉണ്ട്, പക്ഷെ അതങ്ങോട്ട് പുറത്തെടുക്കാൻ മടിയാണ്. അതിൻ്റെ പേരിലാണ്. കാരണം തോന്നിയ പോലെ ജീവിക്കണം. ഇപ്പം നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമല്ലേ? നിയമമില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ലൈസൻസ് വേണ്ടെന്നും ട്രാഫിക് സിഗ്നൽ നോക്കണ്ടെന്നും റൈറ്റ് ടു ലെഫ്റ്റ് നോക്കണ്ട, സിഗ്നൽ ഇടണ്ട, അങ്ങനെ ഡ്രൈവ് ചെയ്തോളി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ? നമ്മൾ കുട്ടികളൊക്കെ വണ്ടിയിട്ട് ഇറങ്ങൂലേ? വാപ്പാൻ്റെ വണ്ടിയിട്ട് ചാവി എടുത്ത് ഇറങ്ങൂലേ റോട്ടിലേക്ക്? ഇതുപോലെയാണ് നിരീശ്വരവാദം നമ്മുടെ ക്യാമ്പസുകളിൽ കുടിയേറുന്നത്. ആരും പേടിക്കണ്ട, നിങ്ങൾ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായിട്ട് ജീവിച്ചോളി, കുറച്ച് മയക്കും വരുന്നതൊക്കെ അടിച്ചോളി, ആരും ചോദിക്കാനും പറയാനുമില്ല. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നുന്നു നല്ല രസമുണ്ടല്ലോ. ഇത്രയും ഇവിടെ സംഭവിക്കുന്നു. എത്ര വലിയ ഡേഞ്ചറാണ് അതുകൊണ്ട് വരുന്നത് എന്ന് നമ്മുടെ മക്കൾക്ക് ചിന്തിക്കാനുള്ള ബോധം അല്ലാഹു നൽകട്ടെ. മൂസ നബി അലൈഹിസ്സലാമിന്റെ ശത്രുവായ ഫറോവ മുങ്ങിത്താഴുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഇപ്പോഴാണോ ഫിർഔനെ നീ പറയുന്നത്? വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. കുറേ തെറ്റ് ചെയ്ത് അതിക്രമങ്ങൾ ചെയ്ത് പരാക്രമം ഇപ്പൊ തെളിഞ്ഞല്ലേ നിനക്ക് ബോധം? മൂസ നബി അലൈഹിസ്സലാമിന്റെ ശത്രുവിനോട്, ഫറോവയോട്, മഹാനായ നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന നബിയെ, ഫറോവ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന നേരത്താണ് പറഞ്ഞത്. ആ നേരം ഞാൻ കടലിന്റെ ചെളി എടുത്തിട്ട് ഫറോവയുടെ വായയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്, അവൻ മിണ്ടാതിരിക്കാൻ വേണ്ടി. അതങ്ങ് കണ്ടിരുന്നെങ്കിൽ എന്ന് പുണ്യ നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം. വെറുപ്പുണ്ടേ അവസാനം വരെ കുരുത്തക്കേട് കാണിച്ച് കാണുന്ന പിന്നെ എങ്ങനെ സിമ്പതി തോന്നാനാ? ആ ഒരു സംവാദം മൂസ നബി അലൈഹിസ്സലാമും അള്ളാഹുവിന്റെ ശത്രുവായിരുന്ന ഫറോവയും തമ്മിൽ നടന്നു. ഇബ്രാഹിം നബിയും നമ്രൂദും തമ്മിൽ നടന്നു. അസ്വദുൽ അനസിയും അബൂ മുസ്ലിമുൽ ഖൗലാനിയും തമ്മിൽ നടന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലേക്ക് വരാം. അഷ്റഫുൽ ഖൽഖിന്റെ കാലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നു. അവിടെ ഒരു ചെറിയ സംഭാഷണം നടക്കുന്നു. സംഭാഷണം ഇനി 2-3 പറയാനുണ്ട്. സമയമുണ്ടോന്ന് അറിയില്ല. നിർത്തല്ലേ? സമയം മഞ്ഞുണ്ടാ? നിർത്തല്ലേ? നിർത്തല്ലേ? കീപ് ഗോയിങ്. സമയം അതിക്രമിച്ചു എന്ന് പറയാനായോ? 2 മണിക്കൂറായിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ നീണ്ട പണിയാവൂല്ലേ? ഒരിക്കലും ഇനിയിപ്പോൾ ഈ വിഷയം ഇനി വേറെ സ്ഥലത്ത് പറയാൻ പറ്റൂല. എന്ത് ചെയ്യുക? അത് നമ്മൾ പൂർത്തിയാക്കി നമ്മൾ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് പറയാം. ഒരു അരമണിക്കൂർ 12:30 ദുആ കഴിഞ്ഞ് നമുക്ക് പിരിയണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ തിരക്കണ്ടേ പോയിക്കോളിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും പറയണം, സമ്മതത്തോടും പൊരുത്തത്തോടു കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മദീനയിലേക്ക് വരുന്നു. മദീനയിലേക്ക് എന്തെങ്കിലും ചായ, വല്ല കടലക്കുട്ടായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ രസമെന്നില്ലേ ആൾക്കാർക്ക്? ഒരു കട്ടൻ ചായ ആരെങ്കിലും ഒരു സംഭാവന ചെയ്യണേ. നാളത്തെ മജ്‌ലിസിലേക്കോ മറ്റന്നാൾ 4 ദിവസം വേദുണ്ട്. ഇവിടെ മുഅ്മിനീങ്ങളായ ആൾക്കാർ വേദ പറയാൻ കേൾക്കാൻ വരുമ്പോഴേ ഒരു ചൂടുള്ള കട്ടൻ ചായ കിട്ടിയ ഒരു നല്ല ഉന്മേഷമായിരിക്കും അല്ലേ? ആഗ്രഹമല്ലേ? അല്ലെങ്കിൽ കച്ചവടക്കാരെങ്കിലും വരാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നമ്മുടെ അതിഥികളാണ്. അപ്പോൾ അതിഥികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ, ഒരു സന്തോഷം ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ ഒരു കട്ടൻ ചായെങ്കിലും നമുക്ക് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആരെങ്കിലും അതിന് തയ്യാറുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണേ ഇൻഷാ അല്ലാഹ്. അതിനൊരു സ്ഥാപനത്തിനൊരു ചെലവ് വരണ്ട. സമർക്കൊന്നും അതിന് സമ്മതം പറയാൻ പേടിണ്ടാവും. ഇനിയിപ്പോൾ അതിന് ഫണ്ട് ഇപ്പോൾ എവിടുന്ന് നമ്മൾ കണ്ടെത്തുകയെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിക്കുക. കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഞാനും വെള്ളം കുടിച്ചിട്ടില്ല ഇതുവരെ, നിങ്ങളും കുടിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പോവാം, കുഴപ്പമില്ല. ഉസ്താദ് ഇങ്ങനെ കുടിക്കേണ്ടി ഞങ്ങൾക്ക് കിട്ടണില്ല, അതൊരു വിഷമമായിരിക്കും അല്ലേ? ഞാനും കുടിച്ചിട്ടില്ല. ഇരിക്കട്ടെ.
എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടി പറയാം. പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചൂടിലിങ്ങനെ പറയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഉറക്കം വരില്ല. ഈ കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉറക്കം വന്നുകൂടായില്ല. അപ്പോൾ ചെറിയൊരു ചൂടൊക്കെ തട്ടുമ്പോൾ തൊണ്ടയിലേക്കൊക്കെ ഒരു ഉന്മേഷം, ഒരു ഇൻഷാ അല്ലാഹ്. അതിനാരെങ്കിലും ഭാഗ്യവാന്മാരുണ്ടോ, കഴിയുന്ന ആൾക്കാരുണ്ടോ? എത്രയും ചിലവ് വരെ എനിക്കറിയില്ല. ഒരു 5000 റുപ്യൊക്കെ പോരെ അതെ മാക്സിമം? ഒരു കട്ടൻ ചായ ഇല്ലേ, അത്രയും വേണ്ടി വരില്ല അല്ലേ? 2000-3000 റുപ്യ ആരെങ്കിലും ഉണ്ടോ? പറ്റുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. നാളെ മാഷാ അല്ലാഹ് 2 ആളുകൾ 3 അൽഹംദുലില്ലാ ആയി. അപ്പോൾ 3 ദിവസത്തെ വേദന ആളായി. ഒന്ന് നമ്മൾ സംഘാടകർ പോയിട്ട് 4 ആളായി അൽഹംദുലില്ലാ. ഒന്ന് നമ്പർ വാങ്ങിക്കി അവർ കോൺടാക്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. നാളെത്തി നാളെ കബീർ വാക്കവി ഉസ്താദ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ ആരൊക്കെയാണ് ഉസ്താദ്മാർ? നോട്ടീസ് വലിയുദ്ദീൻ ഫൈദിൻ്റെ ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസായിരിക്കും അല്ലേ ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഒരു ജൂത പണ്ഡിതൻ വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. നമ്മുടെ സംഘാടകർ വരുന്നുണ്ട്. നിങ്ങൾ ആ കൈപൊക്കിയ സുഹൃത്തുക്കൾ ഒന്ന് അറിയിച്ചു കൊടുക്കണേ. മാഷാ അല്ലാഹ്. 1 2 ആൾ 3 പേര്. അൽഹംദുലില്ലാ ബറക്കല്ലാഹ്. അല്ലാഹു